കൊച്ചിയിലെ പോസ്റ്റർ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. പാർട്ടി പോസിറ്റീവായി പറഞ്ഞതുകൊണ്ടാണ് മുന്നൊരുക്കങ്ങൾ നടത്തിയതെന്നാണ് അവർ പറയുന്നത്. പോസ്റ്റർ അടിച്ചതും നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ വരെ തുടങ്ങിയതും അതുകൊണ്ടാണ്. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. അല്ല, അതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു 23 ദിവസം ഇന്ന് നോക്കുകയാണെങ്കിൽ ഇനി ഒരു 23 ദിവസം മാത്രമേ ഇലക്ഷൻ പ്രചരണത്തിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ സിറ്റിംഗ് MLA-മാരൊക്കെ വളരെ മുമ്പ് തന്നെ, ഏതാണ്ട് 2-3 ആഴ്ച മുമ്പ് തന്നെ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ MLA ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു മുന്നൊരുക്കം ഉണ്ടാവണമല്ലോ. സിറ്റിംഗ് MLA-മാർ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മിക്കവാറും കൊച്ചിയിലേക്കായിരിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അത് വെച്ച് നമ്മളൊരു മുന്നൊരുക്കം നടത്തണം. തീരെ സമയം കുറവാണ് പ്രചരണത്തിന്, അതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്തത്. അതിപ്പോൾ സ്ഥാനാർത്ഥിയായി നമുക്ക് സമയക്കുറവുള്ള ഒരു സമയത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതെല്ലാം നോക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പ്രയാസം വരും. അതുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.